ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു. ആ കൂമ്പാരത്തിന് താഴെ ലോറിയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ആ മണ്ണ് കൂമ്പാരമായി കൂടി നിൽക്കുന്ന ഇടത്ത് അർജുന്റെ ലോറിയുണ്ട്. പക്ഷേ മഴ ശക്തമാവുകയാണ്. കനത്ത വെള്ളപ്പാച്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ രക്ഷാദൗത്യം ശ്രമകരമാകും. മണ്ണ് മാറ്റണം. JCBക്ക് അവിടെ നിന്ന് മണ്ണ് മാറ്റുമ്പോൾ ഈ മഴ, അതോടൊപ്പം തന്നെ കാറ്റും തണുപ്പും എല്ലാമുള്ള പ്രതികൂല കാലാവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നത്. 7 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത്. സിനോജ് തോമസ്, ആ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിന്റെ പൊക്കവും അതുപോലെ തന്നെ ഈ മണ്ണ് കിടക്കുന്നതിന്റെ ഒരു നീളവും, ആ പാതയുടെ 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ദൂരമാണ്. നമ്മൾ തന്നെ ഒന്ന് അത് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ മലയോട് ചേർന്ന് കിടക്കുന്ന ലോറി, ആ ലോറിക്ക് മുകളിലുള്ള മണ്ണ്, ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. സിനോജ്. സുജയ പാർവതി, തിങ്കളാഴ്ചയാണ്, അതായത് 15-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ അർജുൻ വീട്ടിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷം ഈ 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 8:45 കൂടിയാണ് ഈ വലിയ മല ഇടിഞ്ഞ് വീഴുന്നത്. അന്ന് പുലർച്ചെ 3:30 മണി വരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇതേ ലോറിയിൽ തന്നെ ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമീർ, കോഴിക്കോട് സ്വദേശി സമീറിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അർജുൻ. ആ സമയത്ത് പറഞ്ഞിരുന്നു വലിയ മഴയാണ്, അതുകൊണ്ട് ഇവിടെ ലോറി നിർത്തി വിശ്രമിച്ച് ഉറങ്ങിയ ശേഷം മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് പുലർച്ചെ 3:30 ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു എന്നാണ് സമീർ പറയുന്നത്. ആ സമയത്തൊക്കെ തന്നെ വലിയ മഴയുണ്ടായിരുന്നു. ഇത് നല്ല ഉയരമുള്ള മലയാണോ ചേട്ടാ ആ പ്രദേശത്ത്? അല്ല, അത് ഉയരമുള്ള മലയായിരുന്നു. അത് പകുതി പിന്നെ റോഡിന് വേണ്ടി കട്ട് ചെയ്തുകൊണ്ട് അത്ര ഉയർച്ചയില്ല മല. ഇത് നേരെ കുത്തനെ ഇടിച്ച ഇതാണ്? നേരെ കുത്തനെയാണ് ഇടിച്ചത് മല. നേരെ കുത്തനെ ഇടിച്ച മലയാണ്. അതുകൊണ്ടാണ് ഈ ഇതിൽ പിന്നെ അത് വെള്ളവും ഒഴുകുന്നുണ്ട്. പാറന്റെ മുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരുന്നുണ്ട്. മലന്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളമാണ് ഈ ലോറിക്കാരൊക്കെ കുളിക്കാനും പിന്നെ നനയ്ക്കാനും കുടിക്കാനൊക്കെ എടുക്കുന്ന വെള്ളമാണത്. ആ മലമുകളിലും വരുന്ന വെള്ളമാണ്. വേറെ ഒരു അഴുക്കോ ഒന്നുമില്ല. നല്ലൊരു വെള്ളമാണ്. പക്ഷേ ഇത് കുത്തനെ ഇടിച്ചുകൊണ്ടാണ് അതവിടെ കാണിക്കുന്നുണ്ട്. കുത്തനെ ഇടിച്ചുകൊണ്ടാണ് ഈ ഇതിൽ വരാൻ ഇത് ഇടിയാൻ കാരണം. ഒരു സംശയം കൂടി, ക്യാബിനകത്ത് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ നമ്മൾ വെക്കാറുണ്ടോ പോകുന്ന സമയത്ത്? ക്യാബിനകത്ത് 50 ലിറ്ററിൻ്റെ വെള്ളം എന്തായാലും എല്ലാ വണ്ടിയിലും ഉണ്ടാവും. 50 ലിറ്ററിൻ്റെ ക്യാന് വെള്ളം വണ്ടിൻ്റെ അകത്തുണ്ടാവും കുടിക്കാൻ. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ വണ്ടിന്റെ സ്ഥിതി. അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നുണ്ടോ, എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ള എന്താന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഈ പിന്നെ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണത്. ആ റേഞ്ച് അവിടെ ഉള്ളവരെ വിളിക്കുന്ന സമയത്തും ഫോൺ കോൾ മുറിഞ്ഞാണ് ഇത് കിട്ടുന്നത്. അവിടെ റേഞ്ച് ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാലേ റേഞ്ച് നല്ല ക്ലിയറായി കിട്ടുള്ളൂ. ചായക്കടയിൽ സാധാരണ മലയാളികളുടെ വണ്ടികളൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. ഇവിടുന്ന് പോകുന്ന കോഴിക്കോട് ഭാഗത്തു നിന്ന് പോകുന്ന എല്ലാ ലോറിക്കാരും നിർത്തി ചായ കുടിച്ച് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണത്. അത് പിന്നെ കേരള വണ്ടിയല്ല, എല്ലാം മഹാരാഷ്ട്ര, കർണാടക എല്ലാ വണ്ടിക്കാരും വന്ന് വിശ്രമിക്കുന്ന അതിനുള്ള ഒരു വിശ്രമ സ്ഥലമാണത്. ഇതിപ്പോൾ കാസർഗോഡ് എത്ര കിലോമീറ്റർ ഉണ്ടോ ഈ സ്ഥലത്തേക്ക്? കാസർഗോഡ് നിന്ന് ഒരു 300 കിലോമീറ്റർ അടുത്തുണ്ടോ? 200 കിലോമീറ്ററോളം ഉണ്ട്. കാസർഗോഡ് നിന്ന് ദൂരമുണ്ട്. മറ്റേ ഈ റൂട്ടിൽ കൂടെ വന്ന ഏത് വണ്ടിക്കാരായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ വല്ലതും പറ്റിയിരുന്നോ? ലോറി ഡ്രൈവർമാരെ പറ്റി ഇതിന് മുമ്പ് പാസ് ചെയ്ത് വന്ന വണ്ടിക്കാരോ? ഇതിൻ്റെ ബാക്കിൽ വന്ന ഒരു വണ്ടിയായിട്ടുള്ള അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അന്നപ്പോൾ അവരവിടെ ബ്ലോക്കായിട്ട് അവിടെ കിടന്ന് എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചപ്പോൾ അവരവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇത് അപകടം പറ്റിയിട്ട് 2 ദിവസം വരെ 2 JCB ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കൂടുതലല്ല, 3 JCB വന്നിട്ട് അത് ഒരു JCB വർക്ക് ചെയ്യാതെ 2 JCB ആണ് മണ്ണെടുത്തുകൊണ്ടിരുന്നത്. അതും അവരുടെ പാത റോഡ് ക്ലിയർ ചെയ്തിട്ട് ഉള്ളതാണ് ഇത്രയും ദിവസമായിട്ട് എന്നാണ് അവർ പറഞ്ഞ മറ്റേ ഡ്രൈവർ. ഇപ്പം കേരള സർക്കാരും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ 7 JCB വന്നെന്ന് പറയുന്നത്. അത് പിന്നെ ഇവരിപ്പോൾ ഇന്ന് പിന്നെ വേറെ കേരള സർക്കാരും അവരുടെ മറ്റുള്ള ആൾക്കാരും ഇവിടെ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ വേറെ JCB വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പറയുന്നത്. ഇത് ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിഞ്ഞൂടാ അതിൻ്റെ ബാക്കി. സുജയ പാർവതി, നാട്ടുകാരൊക്കെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുൻ മടങ്ങി നാട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ. ഏതെങ്കിലും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന സമയത്ത് ലോറി എവിടെയാണെന്ന് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് ആ ലോറി അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സിനോജ്, കൂടുതൽ വിവരങ്ങൾ മനാഫിൽ നിന്നും അതുപോലെ തന്നെ ജിതിനിൽ നിന്നും ഒക്കെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മനാഫിന്റെ സഹോദരനാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്ന ഇടത്തേക്ക് കയറിപ്പോയത്. അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകർ മനാഫിന്റെ സഹോദരനെയും കൊണ്ടുപോയിരുന്നു. അവിടെ ലോറി ഉണ്ട് എന്ന ഒരു സൂചന
കിട്ടുന്നുണ്ട്. അത് ഉറപ്പിക്കാൻ നമ്മൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. മണ്ണ് കൂമ്പാരമായി കിടക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വലിയ ഒരു മൺകൂനയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു മലയുടെ ഒരു ഭാഗം മുറിച്ചാണ് ആ പാത പണിതിരിക്കുന്നത്. ആ മലയുടെ ബാക്കി ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ ഉയരത്തിൽ നിന്ന് അതേ രീതിയിൽ ആ മല ഒന്നാകെ 1/2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇടിഞ്ഞു വീണ് കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. ഇത്രയും ദിവസം സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം അവിടെ ന്യായമായി നമ്മൾ ചോദിക്കേണ്ടതാണ്. 15-ാം തീയതി വൈകിട്ടാണ്, അതായത് രാത്രിയാണ് ഒടുവിലായി അർജുൻ സംസാരിച്ചത്. 16-ാം തീയതി നടന്ന അപകടമാണ്. നിരവധി പേരുടെ മൃതദേഹം കണ്ടെടുത്തു. പുഴയിൽ ഒഴുകി നടന്ന രീതിയിലും മറ്റും മൃതദേഹങ്ങൾ കിട്ടി. 10 കിലോമീറ്റർ ദൂരെ നിന്ന്, ഈ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂർ മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ ദൈർഘ്യത്തിലൊക്കെ മാറിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുട്ടികളുടേതടക്കമുള്ള മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മണ്ണിനടിയിൽ ഈ ലോറി പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ഒരു ചോദ്യം ന്യായമായി നമ്മൾ ചോദിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനോട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം അവിടെ ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറി കിടക്കുന്ന സാഹചര്യം, അതിൽ കൃത്യമായ മോണിറ്ററിംഗ് ഉറപ്പാക്കണമെന്ന് ചീഫ് സെക്രട്ടറി വി വേണുവിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ഷിരൂരിലെ ജില്ലാ കളക്ടറുമായും ഒപ്പം പോലീസ് സൂപ്രണ്ടുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് ഏകോപന ചുമതല. എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതല്പം വൈകിയോ എന്ന ഒരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാണ്. അർജുനെയും അർജുന്റെ വാഹനത്തെയും സുരക്ഷിതമായി അവിടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. 40 ടൺ ഭാരം കയറ്റിയ മരങ്ങളുമായി വന്ന അർജുന്റെ ലോറി ആ മണ്ണിനടിയിലുണ്ട് എന്നത് GPS സംവിധാനത്തിലൂടെ നേരത്തെ തന്നെ വ്യക്തമായി. ഭാരത് ബെൻസിന്റെ GPS സംവിധാനത്തിലൂടെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചതാണ്. ഇപ്പോൾ ലോറി ഉടമ മനാഫ് ആ സംഭവ സ്ഥലത്തുണ്ട്. ഒപ്പം അർജുന്റെ ബന്ധുവായ ജിതിനും മറ്റ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആ സംഭവ സ്ഥലത്തുണ്ട്. അവിടെ ഇപ്പോൾ നല്ല മഴയാണ്, കനത്ത മഴ പെയ്യുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇരുട്ടാകുന്നു. ആ ഇരുട്ട് മൂടുമ്പോൾ, മഴ പെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ രക്ഷാ ദൗത്യത്തിന് ഏറെ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതോടെ